കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, തൃശൂരിൽ സുരേഷ് ഗോപി, പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ, തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ. ഈ 4 പേരും വിജയിച്ചു കഴിഞ്ഞാൽ തന്നെ ചില പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. അതായത് വിജയിച്ചു കഴിഞ്ഞാൽ ഇവർക്കെതിരെ കേസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇവർ അയോഗ്യരാക്കപ്പെടാനും സാധ്യതയുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാര്യം എടുത്തു പറഞ്ഞാൽ, അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ ശബരിമല വിഷയത്തെ മുന്നിൽ നിർത്തി വോട്ട് ചോദിച്ചു എന്ന് കാണിച്ച് LDF ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ ശബരിമല വിഷയം സംസാരിച്ചു. അതായത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടന്നപ്പോൾ എൻ്റെ വീട്ടിൽ വല്ലാത്ത ഒരവസ്ഥയായിരുന്നു. അതായത് എൻ്റെ വീട്ടിലെ പലരും കരഞ്ഞുപോയി, അത്രത്തോളം ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസംഗം. ആ പ്രസംഗത്തിൽ ജനപ്രാതിനിധ്യ നിയമം 123 അനുച്ഛേദം 3 പറയുന്നത് പോലെ മതം, ജാതി, ദൈവം, സമുദായം, വർഗം എന്നിവയെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് കാണിച്ചാണ് LDF പരാതി നൽകിയത്. എന്നാൽ ഈ പരാമർശത്തിൽ എത്രത്തോളം അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം പ്രഥമ ദൃഷ്ടിയിൽ ശബരിമല വിഷയം സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ രക്ഷപ്പെട്ടേക്കും എന്നുള്ള ഒരു കാര്യവുമുണ്ട്. മറിച്ച് കെ സുരേന്ദ്രനും സുരേഷ് ഗോപിയും ആവട്ടെ, ഇവർക്ക് ഒരു രക്ഷപ്പെടലിനും സാധ്യതകളില്ല. കാരണം കെ സുരേന്ദ്രൻ അട്ടത്തോടിയിൽ ഇന്നലെ കൃത്യമായി പ്രസംഗിച്ചതാണ് അയ്യപ്പന്റെ വാർഡിൽ മറ്റൊരാൾ വരാൻ വേണ്ടി പാടില്ല എന്നും, അത് മാത്രമല്ല അയ്യപ്പന് വേണ്ടി എന്നെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം, അതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ കടന്നു വന്നതാണ്. ദൃശ്യം തെളിവായി കിട്ടിയത് കൊണ്ട് തന്നെ പ്രഥമ ദൃഷ്ടിയിലും അദ്ദേഹം ചട്ടലംഘനം നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ വിജയിച്ചു കഴിഞ്ഞാലും അതിനു മുൻപും നടപടി ഉണ്ടാകാൻ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അയോഗ്യരാക്കപ്പെടാൻ വരെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ കാര്യം എടുത്തു നോക്കിയാൽ വളരെ വ്യക്തമാണ്. അത് വലിയ വിവാദമായിരുന്നു. അയ്യന് വേണ്ടി എനിക്ക് വോട്ട് ചെയ്യണമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ദൃശ്യമുണ്ട്. അക്കാര്യം പരിഗണനയിലാണ്. എന്നാൽ ആ വിഷയത്തിൽ ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയിക്കപ്പെടുന്നുണ്ട്. അതായത് നടപടികൾ വൈകുന്നതിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കുമ്മനം രാജശേഖരനിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതായത് ഈ 4 പേരും വിജയിച്ചു കഴിഞ്ഞാലും പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. വിജയിച്ചു കഴിഞ്ഞാലും ഇവർക്ക് MP ആയി തുടരാൻ സാധിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇവർക്കെതിരെ കേസ് വന്നാൽ, അതിൽ നടപടികൾ ഉണ്ടായാൽ, ഇവർ അയോഗ്യരാക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതാണ്. അതാണ് നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. ദൈവത്തെ, മതത്തെ, ജാതിയെ, വർഗത്തെ ഉപയോഗിച്ച് നിങ്ങൾ വോട്ട് തേടരുത് എന്നുള്ളതാണ്. അല്ലാതെ ശബരിമല വിഷയത്തിൽ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞതല്ല. നേരത്തെയുള്ളത്, അതായത് 1951 മുതലുള്ള നിയമമാണ് ജനപ്രാതിനിധ്യ നിയമം. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനും കെ സുരേന്ദ്രനും സുരേഷ് ഗോപിയും കുമ്മനം രാജശേഖരനും മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. എന്നാൽ ഇവരാണ് മുൻപന്തിയിലുള്ളവർ. ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാലും തോൽക്കുമോ എന്നുള്ളതാണ് ഒരു സംശയം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.